റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊൻപ്രഭയിൽ വിരിഞ്ഞ സ്വർണ്ണ പരിശുദ്ധിയാൽ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് പാലസ്. സംശുദ്ധ സ്വർണവും ലേറ്റസ്റ്റ് ഡിസൈനുകളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ട്രഡീഷണൽ, മോഡേൺ, ഹാൻഡ്മെയ്ഡ്, ലൈറ്റ് വെയ്റ്റ് തുടങ്ങിയ നിരവധി ഡിസൈനുകൾ. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ഓരോ മുഹൂർത്തങ്ങളും ഐശ്വര്യയോടൊപ്പം ആഘോഷമാക്കൂ. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീൻ. ബഹുമാന്യ സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹു അവൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീനെന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ റമളാൻ അതിൻ്റെ സമാപനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വാഹിറുഹു ഇത്ഖും മിനന്നാർ, അവസാനത്തെ 10 ദിനരാത്രങ്ങൾ നരകമോചനത്തിൻ്റെ 10 സുദിനങ്ങളാണ് എന്ന് പറഞ്ഞ ആ വിശുദ്ധമായ ദിവസങ്ങളാണ് നമ്മിലേക്ക് വരാനിരിക്കുന്നത്. റഹ്മത്തിൻ്റെയും മഗ്ഫിറത്തിൻ്റെയും 10 വീതമുള്ള ദിവസങ്ങൾ നമ്മിൽ നിന്ന് അവസാനിക്കുകയാണ്. അള്ളാഹു റഹ്മത്ത് കിട്ടിയവരിലും മഗ്ഫിറത്ത് സാധ്യമായവരിലും നമ്മയും നമ്മുടെ അഹ്ലുകാരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീനെന്ന് ദുആ ചെയ്യാം. പ്രിയ സഹോദരങ്ങളെ, പുണ്യ റസൂലിൻ്റെ 3 പ്രാർത്ഥനകളെക്കുറിച്ചാണ് ഇന്ന് എനിക്കിവിടെ പരാമർശിക്കാനുള്ളത്. പലപ്പോഴും നമ്മൾ കേട്ടതാണെങ്കിലും എപ്പോഴും ഓർമ്മപ്പെടുത്തേണ്ട, ഓർത്തു വെക്കേണ്ട വളരെ പ്രത്യേകതയുള്ള ഒരു പ്രാർത്ഥനയായതിനാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളുടെ സമക്ഷത്തിലേക്ക് ഇന്നത് സമർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി മിമ്പറിൻ്റെ ഓരോ പടി കയറുമ്പോഴും 3 തവണ ആമീൻ എന്ന് പറയുകയാണ്, എന്ന് ഉച്ചരിക്കുകയാണ്. പതിവില്ലാത്ത കാര്യങ്ങൾ പ്രവാചകനിൽ നിന്ന് കാണാൻ കഴിഞ്ഞാൽ അതെന്തായിരുന്നുവെന്ന് കൃത്യത വരുത്തുക സ്വഹാബത്തിൻ്റെ ഒരു രീതിയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ ചോദിച്ചു, നബിയെ, സാധാരണ ഇല്ലാതെ ഇന്ന് പ്രത്യേകമായി എന്തുകൊണ്ടാണ് 3 തവണ അങ്ങ് ആമീൻ എന്ന് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് വിശദീകരിച്ചു. ഒന്ന്, പ്രവാചകരുടെ നാമം ഉച്ചരിക്കുമ്പോൾ സ്വലാത്ത് ചെല്ലാത്ത ആളുകൾ ഒരു സദസ്സിൽ അവിടുത്തെ പേര് പറയുന്നു. ആ സമയം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പരിശുദ്ധ റസൂലിന് മേൽ സ്വലാത്ത് ചൊല്ലിയില്ല എങ്കിൽ അള്ളാഹു അവൻ്റെ റഹ്മത്തിനെ തൊട്ട് അവനെ വിദൂരതയിലാക്കട്ടെ എന്ന് ആ സമയം മാലാഖമാരിൽ പ്രധാനിയായ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല, ഫഖുല്ലാമീൻ, എന്നോട് ആമീൻ പറയാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ഫഖുൽതു ആമീൻ, അപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞതാണ് ഒരു കാര്യം. ഇനി രണ്ടാമതൊരു കാര്യം, ഒരാളുടെ സമക്ഷം വൃദ്ധരായ മാതാപിതാക്കൾ അള്ളാഹു നൽകുന്നു. പക്ഷേ ആ വൃദ്ധരായ മാതാപിതാക്കളെ പരിചരിച്ചത് നിമിത്തമായി സ്വർഗപ്രവേശനം സാധ്യമാകാത്ത വിധം അത്രമാത്രം
ആ പരിചരണം വന്നില്ല എങ്കിൽ അവനെയും അള്ളാഹു റഹ്മത്തിനെ തൊട്ട് വിദൂരമാക്കട്ടെ. ഫഖുൽ ആമീൻ ഫഖുൽതു ആമീൻ. എന്നോട് ആമീൻ പറയാൻ ആവശ്യപ്പെട്ടു. ഫഖുൽതു ആമീൻ, ഞാൻ ആമീൻ പറയുകയും ചെയ്തു. ഇനി മൂന്നാമത്തെ കാര്യമോ, ഒരാളുടെ ജീവിതത്തിൽ റമളാൻ ആസന്നമാകുന്നു. ഇപ്പോൾ നമ്മൾക്കൊക്കെ റമളാൻ ലഭ്യമായതുപോലെ ഒരാളുടെ ജീവിതത്തിൽ അവൻക്ക് റമളാൻ അള്ളാഹു നൽകുന്നു. പക്ഷേ ആ റമളാൻ അത് വന്നു, അതിൻ്റെ ആദ്യത്തെ 10 റഹ്മത്തിൻ്റെ 10ആയി, മഗ്ഫിറത്തിൻ്റെ 10ആയി, ഇത്ഖ് മിനന്നാർ പാപമോചനത്തിൻ്റെ 10ആയി. ആ 30 ദിനരാത്രങ്ങളും അവനിൽ നിന്ന് കഴിഞ്ഞു കടന്നു. പക്ഷെ റമളാൻ വന്നു പോയി എന്നതൊഴിച്ചാൽ ഈ റമളാൻ നിമിത്തമായി ഇവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടാനോ ഇവൻക്ക് സ്വർഗം കരാഗതമാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനോ ആ റമളാൻ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല എങ്കിൽ നബിയെ അവനെയും അള്ളാഹു റഹ്മത്തിനെ തൊട്ട് വിദൂരമാക്കട്ടെ. ഫഖുൽ ആമീൻ ഫഖുൽതു ആമീൻ. തങ്ങൾ ആമീൻ പറയണം, ഞാൻ ആമീൻ പറഞ്ഞു. ഈ 3 കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ നമ്മൾ ആലോചിച്ചാൽ, ഒരു വിഷയമായി നമ്മൾ പറഞ്ഞല്ലോ, മാതാപിതാക്കളുടെ അവരോട് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നമ്മളൊരു ക്ലാസ്സിൽ പരാമർശിച്ചു. അത് വളരെ ഗൗരവതരമാണ്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. പരിചരിച്ചാൽ മാത്രമേ, മാതാപിതാക്കൾക്ക് വഴിപ്പെട്ടാൽ മാത്രമേ സ്വർഗം പോലും കരസ്ഥമാക്കാൻ കഴിയൂ എന്നാണ് പരിശുദ്ധ പ്രവാചകർ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. മറ്റൊരു കാര്യം എന്തായിരുന്നു? പ്രവാചകരുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലിയില്ല എങ്കിൽ അവൻക്കും അള്ളാഹുവിൻ്റെ കാരുണ്യം സ്പർശിക്കാൻ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാൻ ഒരിക്കലും കഴിയില്ല. അവൻ വിദൂരത്താകട്ടെ എന്ന് ദുആ ചെയ്തത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ആമീൻ പറഞ്ഞതോ ഈ പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിക്കാൻ കാരണഭൂതരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമാണ്. പ്രിയ സഹോദരങ്ങളെ, ഇത് വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാര്യമെന്താണ്? പുണ്യ റസൂൽ അവിടുത്തെ മദ്ഹ് പറയുക, അവിടുത്തെ പ്രകീർത്തനം, അത് മനുഷ്യരുടെ മേൽ, സൃഷ്ടികളുടെ മേൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത അനിവാര്യമായ ഒന്നാണ്. മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ ലി അൻഫുസിന മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമമി. പരിശുദ്ധ പ്രവാചകർ ഈ ലോകത്തെ സൃഷ്ടിക്കാൻ തന്നെ കാരണമാണ്. ലൗലാക്ക ലമ്മ ഖലഖ്തുൽ അഫ്ലാഖ്. അള്ളാഹു പറഞ്ഞല്ലോ, നബിയെ അങ്ങേ സൃഷ്ടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ അണ്ടഘടകങ്ങൾ ഒന്നുമേ നാം സൃഷ്ടിക്കുമായിരുന്നില്ല. അപ്പോൾ എല്ലാം പ്രവാചകന് വേണ്ടിയാണ്. ആകാശം, ഭൂമി, എല്ലാ ചരാചരങ്ങളും പരിശുദ്ധ പ്രവാചകരുടെ ആ പ്രകാശം, അതിൻ്റെ പരിപോഷണത്തിനും അതിനു വേണ്ടിയാണെന്ന് കൃത്യമായി അള്ളാഹു പറഞ്ഞത് നമുക്കറിയാം. ആ പ്രവാചകരുടെ മേൽ സ്വലാത്ത് ചെല്ലുക അത് അനിവാര്യമായി സൃഷ്ടികളുടെ മേൽ നിർബന്ധമായ ഒരു കാര്യമാണ്. മുൻഗാമികളൊക്കെ ആ കാര്യത്തിൽ വളരെ ഗൗരവത്തോടെ പരിശുദ്ധ പ്രവാചകരുടെ സ്വലാത്തും അവിടുത്തെ മദ്ഹ് പറയലുമൊക്കെ എല്ലായ്പ്പോഴും ചെയ്യുന്നവരായിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റുഹു റൂഹുൽ ലി അൻഫുസിന. അവിടുത്തെ പറയുക എന്നത് പോലും അത് ശരീരങ്ങൾക്കൊരു ജീവനാണ്, ഒരു റൂഹാണ്, ഒരു ആത്മാവാണ്. നമ്മുടെ ശരീരങ്ങൾക്ക് ഒരു വലിയ ശക്തിയാണ്. അവിടെ അവസാനിക്കുന്നില്ല. മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമമി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നന്ദി കാണിക്കുക എന്നത് ഉമ്മത്തിന് മേൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത അനിവാര്യമായ ഒരു ഫർളാണ്. ഈ സ്വലാത്ത് നമ്മളെല്ലാവരും ഏറ്റെടുക്കേണ്ടവരാണ്. ഞാൻ ഓർത്തു പോവുകയാണ്, അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ ഇന്ത്യ രാജ്യത്തിൻ്റെ ഇന്നലെകളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു മഹൽ വ്യക്തിത്വമാണ്. വലിയ ദേശീയവാദിയും അതുപോലെ തന്നെ സാമ്രാജ്യത്വ അധിനിവേശത്തിനെതിരെ ശക്തമായി നിലകൊണ്ട
വളരെ പ്രഗത്ഭനായ ഒരു വലിയ വ്യക്തിത്വമായിരുന്നു അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. ആ അല്ലാമ മുഹമ്മദ് ഇക്ബാലിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം വളരെ വലിയ ഒരു കോളേജിൽ പ്രഗത്ഭരായ തന്നെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്ന വലിയ ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ പ്രസിദ്ധമാണല്ലോ. അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ഒരു വേള തന്നെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുമ്പോൾ ആ ക്ലാസ്സിനിടയിൽ ആരോ മുഹമ്മദ് എന്ന പേര് പറയുന്നു. ഒരു നിമിഷം അദ്ദേഹം നിശ്ചലമായി നിൽക്കുന്നു. മുഹമ്മദ്, ആ ഉച്ചാരണത്തിന് ആരും മറുപടി പറഞ്ഞില്ല. ഉടനെ അദ്ദേഹം എന്ത് ചെയ്തു? ആ ക്ലാസ് എടുക്കാതെ, അതിൻ്റെ പൂർത്തീകരണത്തിന് കഴിയാതെ അദ്ദേഹം ക്ലാസ് അവസാനിപ്പിച്ചു. വളരെ വേഗത്തിൽ തൻ്റെ റൂമിലേക്ക് നടന്നു പോകുന്നു. വിദ്യാർത്ഥികൾക്കാകെ പ്രയാസമായി. ഏറെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, സ്നേഹമുള്ള ആ അധ്യാപകൻ്റെ ഓരോ വാഗ്ധാരണികൾക്ക് വേണ്ടിയും സാഗൂതം കാതോർത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ എടുത്ത വിഷയത്തിൻ്റെ പൂർത്തീകരണമില്ലാതെ വളരെ പൊടുന്നനെ റൂമിലേക്ക് മടങ്ങിപ്പോയപ്പോൾ എന്തിനായിരിക്കുമെന്നറിയാതെ വിദ്യാർത്ഥികൾ പതുക്കെ ചെന്ന് ആ റൂമിലേക്ക് എത്തി നോക്കുന്നു. ആ സമയം വിതുമ്പിക്കരയുന്ന അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. അവർ ഒരു വിധേന ചോദിച്ചത്ര, എന്തേ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നില്ല, എന്തുകൊണ്ടാണ് ക്ലാസ് എടുക്കാതെ അങ്ങ് മടങ്ങിപ്പോയതെന്ന് ചോദിച്ചപ്പോൾ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ അവരോട് പറഞ്ഞു പോലും, എനിക്ക് ക്ലാസ് എടുക്കാൻ കഴിയില്ല. ഞാൻ ഏറെ സ്നേഹിക്കുന്ന, ഈ ലോകത്ത് മാനവികതയുടെ പ്രചാരകനായി കടന്നു വന്ന, എല്ലാ ആളുകൾക്കും തത്തുല്യമായ സ്ഥാനമെന്ന് ലോകത്ത് വിളിച്ചു പറഞ്ഞ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പരാമർശിച്ചപ്പോൾ സ്വലാത്ത് പറയാത്തൊരു സദസ്സിൽ എനിക്ക് ക്ലാസ് എടുക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെയായിരുന്നു പൂർവികരെല്ലാം പ്രവാചകനെ പറയുമ്പോഴേത്തിന് സ്വലാത്ത് ചെല്ലാൻ താല്പര്യപൂർവ്വം മുന്നോട്ട് വരുമായിരുന്നു. അതുമാത്രമല്ല, സ്വലാത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ വിശുദ്ധമായ റമദാനിൽ പ്രിയ സഹോദരങ്ങളെ, ആ പവിത്രതയും ആ പരിശുദ്ധിയും നാം ഉൾക്കൊള്ളേണ്ടവരാണ്, നാം മനസ്സിലാക്കേണ്ടവരാണ്. മഹത്തുക്കളെ സംബന്ധിച്ചിടത്തോളം സ്വലാത്ത് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ബഗ്ദാദുകാരനായ ഒരാൾ പരിശുദ്ധ പ്രവാചകനോട് നടക്കാനാകാത്ത വലിയ സ്നേഹത്തിൻ്റെ ഭാഗമായി മദീന സന്ദർശിക്കാനൊരുങ്ങുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകർ ഈ മനുഷ്യൻ മദീനയിലേക്ക് കയറണ്ട എന്ന് പറഞ്ഞു അക്കാലത്ത് ഭരണാധികാരിക്ക് സ്വപ്നം കാണിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന് വരാൻ കഴിയാതെ രൂപം പോലും രാജാവിന് അള്ളാഹുവിൻ്റെ റസൂൽ കാണിച്ചു കൊടുക്കുകയാണ്. ആ മനുഷ്യനെ മദീനായുടെ ചെക്ക് പോസ്റ്റിൽ വെച്ച് അതാത് രാജാക്കന്മാരുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തിരിച്ചയക്കുന്നു. പക്ഷെ ഒരു വേള ആ രാജാവ് പ്രവാചകൻ വീണ്ടും പറഞ്ഞപ്പോൾ ചോദിച്ചു, നബിയെ, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് മദീനയിലേക്ക് വരാൻ വിലക്കേണ്ടത്? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു പോലും, ആ മനുഷ്യൻ എന്നെത്രമാത്രം സ്നേഹിക്കുന്നവനാണ്, പക്ഷേ അവനയുടെ ഈ റൗളയിലേക്ക് വരുന്ന പക്ഷം അവൻ ആദരവോടെ ഞാൻ എഴുന്നേൽക്കേണ്ടി വരും. എൻ്റെ റൗളയിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുക എന്നത് ഇപ്പോൾ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അവനെ നിങ്ങൾ തിരിച്ചയക്കണം. ഈ മനുഷ്യനാണെങ്കിലോ പ്രവാചകനോടുള്ള അതിരറ്റ സ്നേഹം. നമുക്കറിയാം, സ്നേഹം അങ്ങനെയാണ്. ഒരു പ്രണയം ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ അത് അതിശക്തമായി വന്നാൽ ആരെയാണോ പ്രണയിക്കുന്നത് ആ മനുഷ്യനോടുള്ള വിധേയത്വവും സ്നേഹവും കാണാനുള്ള ആർത്തിയും മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി നമുക്ക് കാണാൻ കഴിയും. ഈ മനുഷ്യനും പുണ്യ റസൂലിനെ സ്നേഹിക്കുന്നു. അവിടുത്തെ പ്രണയവും അവിടുത്തെ മഹബത്ത് അതെല്ലാം റസൂലുള്ളാഹിക്ക് സമർപ്പിച്ചതാണ്. പ്രവാചകനെ കാണാനുള്ള താല്പര്യപൂർവ്വം അദ്ദേഹം പല രീതിയിൽ ശ്രമിക്കുന്നു. അവസാനം എപ്പോൾ വന്നാലും മദീനായുടെ ചെക്ക് പോസ്റ്റിൽ നിന്ന് തിരിച്ചയക്കുന്നു. അവസാനം അദ്ദേഹം അതിനൊരു പോവഴി കണ്ടെത്തിയത് മദീനയിലേക്ക് വിറക് കൊണ്ടുപോകുന്ന ആളുകളെ സമീപിച്ചുകൊണ്ട് ആ വിറക് കെട്ടിനുള്ളിൽ വെച്ച് പുറംഭാഗത്ത് വിറകുകൾ കെട്ടിവെച്ച് ഒരു ചുമടാക്കി കൊണ്ടുപോകാനും അങ്ങനെ മദീനയിലെത്തിച്ചാൽ വലിയ സംഖ്യ ഓഫർ ചെയ്തുകൊണ്ട് വിറക് കെട്ടുകൾക്കുള്ളിൽ വല്ലാതെ പ്രയാസപ്പെട്ട് ആ മനുഷ്യൻ മദീനയിലേക്ക് പുറപ്പെടുന്നു. ചുമട്ടുകാർ അദ്ദേഹവുമായി മദീനയിലേക്ക് പുറപ്പെടുന്നു. വീണ്ടും പ്രവാചകൻ സ്വപ്നം കാണിച്ചു അദ്ദേഹം വരുന്നുണ്ട്.
പക്ഷേ എങ്ങനെ കണ്ടെത്താൻ കഴിയും? അവസാനം അവർ ഒരു കാര്യം തീരുമാനിച്ചു. പ്രവാചകൻ്റെ പേര് പറയുക. എങ്ങനെയാണ് വരുന്നത് എന്നറിയാൻ കഴിയില്ല. ഏത് രീതിയിലും മദീനയിൽ പ്രവേശിക്കാൻ അദ്ദേഹം വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കണ്ടെത്താനുള്ളൊരു വഴിയായി അവർ സ്വീകരിച്ചത് മദീനായുടെ കവാടത്തിലിരുന്ന് ഉറക്കെ മുഹമ്മദ് മുഹമ്മദ് എന്ന് ഉച്ചരിക്കാൻ തുടങ്ങി. ഈ മനുഷ്യനുമായി വിറക് കെട്ടുകാർ ഇവിടെ വന്നു. ആ വിറക് കെട്ടുകാർ മഹാനായ പരിശുദ്ധ പ്രവാചകരുടെ ആ നഗരിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ചെക്ക് പോസ്റ്റിൽ നിന്ന് മുഹമ്മദ് മുഹമ്മദ് എന്നിങ്ങനെ വല്ലാതെ ഉച്ചരിക്കുന്നത് കണ്ടു. പിടിച്ചു നിൽക്കാൻ കഴിയാതെ വിറക് കെട്ടിനുള്ളിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിളിച്ചു പറഞ്ഞ ഈ പ്രിയപ്പെട്ട സഹോദരൻ അവസാനം വിറക് കെട്ടഴിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞ് പിടിച്ചു. വീണ്ടും അദ്ദേഹത്തിന് മദീനയിലേക്ക് പോകാതെ അവിടെ നിന്ന് പറഞ്ഞേക്കേണ്ടി വന്നു. നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെയായിരുന്നു. നമ്മൾ സ്വലാത്ത് ചെല്ലുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ സ്നേഹിക്കുക. നാളെ രക്ഷപ്പെടുത്താൻ വേറെ ആർക്കും കഴിയില്ല. വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണത്. ആർക്കെങ്കിലും നമ്മെ രക്ഷപ്പെടുത്താൻ കഴിയുമോ? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ സമ്പൂർണ്ണ വിശ്വാസം അതുപോലും സാധ്യമാകണമെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, നിങ്ങളുടെ ഭാര്യ സന്താനങ്ങളെക്കാൾ, നിങ്ങൾ സ്നേഹിക്കുന്ന സർവ്വജനങ്ങളെക്കാളും നിങ്ങൾ എന്നിലേക്ക് ഇഷ്ടമുള്ളവനാകുന്നത് വരെ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമല്ല എന്ന് പഠിപ്പിച്ച സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, സ്വലാത്ത് ചെല്ലാൻ നമ്മൾ പ്രതിജ്ഞ എടുക്കുക. എല്ലായ്പ്പോഴും സ്വലാത്ത് എപ്പോഴും ചെല്ലാൻ കഴിയുന്ന ഒന്നാണ്. നമസ്കാരം പാടില്ലാത്ത സമയങ്ങളിൽ പോലും പുണ്യ റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചെല്ലാമല്ലോ. ആ സ്വലാത്തുമായി റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിലേക്ക് കൂടുതൽ, അവിടുത്തെ മനസ്സിലേക്ക് കൂടുതൽ അടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ആ ഷഫാഅത്ത് തീർച്ചയായും നമുക്ക് ലഭ്യമാകും. അപ്പോൾ പുണ്യ റസൂൽ ഈ പറഞ്ഞ പ്രാർത്ഥനയിൽ നമുക്കറിയാലോ, ഒരു പടിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ സ്വലാത്ത് ചെല്ലാത്തത് നിമിത്തമായി റഹ്മത്തിനെ തൊട്ട് വിദൂരമാക്കണേ എന്നുള്ള പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും കഴിയും. സർവശക്തനായ അള്ളാഹു മുത്തഖീങ്ങളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാ രക്ഷയും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ ഷഫാഅത്ത് ലഭ്യമായി അവിടുത്തോടൊപ്പം സ്വർഗത്തിലൊരു വലിയ പദവി അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം വിട ചോദിക്കുന്നു. വാഹിർ ദഅവത്തി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.